നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കണ്ണൂർ പിണറായി സ്വദേശി മേഘ എന്ന പെൺകുട്ടിക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു. പഠിച്ച് ഒരു ജോലി വാങ്ങണം, പിന്നീട് അടിച്ചു പൊളിച്ചൊരു ജീവിതം. എല്ലാവരുമായി കൂടിയിണങ്ങി സംസാരിക്കാനും കൂടെ പോകാനുമൊക്കെ മേഘയ്ക്ക് ഏറെ താല്പര്യമായിരുന്നു. വാവാച്ചി വരുന്നു, നീ എന്നോടൊപ്പം വാ, തലശ്ശേരിയിൽ പോയി ഡ്രസ് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് സുഹൃത്തുക്കളുമായി തലശ്ശേരിയിലെത്തി അടിച്ചു പൊളിച്ചിരുന്നു മേഘ. പിന്നീടായിരുന്നു മേഘയുടെ ജീവിതത്തിൽ പ്രണയം മുട്ടിട്ടത്. മേഘയുടെ കുറെ കാലത്തെ വാശിക്കു മുന്നിൽ വീട്ടുകാരും വഴങ്ങി. ഗൾഫിലും ബാംഗ്ലൂരിലും ജോലി നോക്കിയിരുന്ന യുവാവിനെ മേഘ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടുകയായിരുന്നു. അവന്റെ പ്രേമം സത്യമാണെന്ന് അവൾ വിശ്വസിച്ചു. അവനെ വേണമെന്ന് ഉറപ്പിച്ചു പറഞ്ഞതോടെ വീട്ടുകാർക്ക് മറ്റു വഴികളില്ലാതെയായി. അത്രമേൽ സച്ചിൻ എന്ന യുവാവിനെ അവൾ സ്നേഹിച്ചിരുന്നു. അമ്മ, സഹോദരി ഭർത്താവ് എന്നിവരോടൊപ്പമാണ് സച്ചിൻ പെണ്ണു കാണാനെത്തിയത്. കല്യാണത്തിന് ശേഷം മേഘയുടെ ജീവിതം മുരടിപ്പായിരുന്നു. കുട്ടികൾ വേണ്ടെന്ന് സച്ചിനും വേണമെന്ന് മേഘയും വാശി പിടിക്കുകയായിരുന്നു. ജോലിയില്ല എന്നതാണോ പ്രശ്നമെന്നും മേഘ ഇടയ്ക്കിടെ ചോദിക്കുമായിരുന്നു. ഇതേ തുടർന്ന് അടിയും സ്വരച്ചർച്ചകളും പതിവായിരുന്നു. അങ്ങനെയിരിക്കെ ഒടുവിൽ മേഘയുടെ വീട്ടിൽ ഒരു ഫോൺ വിളി എത്തി. മേഘ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും ഇത് ആത്മഹത്യയാണോ എന്ന് വിശ്വസിക്കാൻ മേഘയുടെ വീട്ടുകാർക്കാവുന്നില്ല. സച്ചിൻ തന്നെയാണ് ഇത് ചെയ്തതെന്നവർ വിശ്വസിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ അടിയേറ്റ പാടുകളും പീഡനങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും കേസെടുക്കാനാകാതെ പോലീസും ഈ കേസിൽ നിന്ന് പിന്മാറുകയാണ്. ഇന്നും മേഘയുടെ മരണത്തിന് പിന്നിലുള്ള ചുരുൾ അഴിഞ്ഞിട്ടില്ല.